Hello guys, welcome back to my channel. നമ്മൾ ഇന്ന് ഈദിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ് ഫ്രോക്കാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സീക്വൻസുള്ള നെറ്റ് ഫാബ്രിക് ഒരു മീറ്റർ എടുത്തിട്ടുണ്ട്. ഒരു 3 മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ് ഫാബ്രിക്കും ഒരു 4.5 മീറ്ററോളം നെറ്റിൻ്റെ പ്ലെയിൻ ഫാബ്രിക്കുമാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. നമ്മൾ യോക്ക് പോർഷനിലെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് സീക്വൻസുള്ള ഫാബ്രിക് ഉപയോഗിക്കുന്നത്. സ്ലീവ്സിലും നമ്മൾ സെയിം ഫാബ്രിക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. 22 ഇഞ്ചസ് വിഡ്ത്തും 12 ഇഞ്ചസ് ലെങ്ത്തും ഉള്ള യോക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം ലൈനിങ് ഫാബ്രിക്കിലേക്കാണ് മാർക്ക് ചെയ്തിട്ടെടുക്കുന്നത്. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 5.5 ഇഞ്ച് ഷോൾഡർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 3 ഇഞ്ചസ് നെക്ക് വിഡ്ത്തും 3.5 ഇഞ്ചസ് നെക്ക് ലെങ്ത്തും നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി ഒരു 7 ഇഞ്ചസ് ആണ് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി എടുക്കുന്നത്. നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. ഈ ലൈനിങ്ങും ഫാബ്രിക്കും നെറ്റ് ഫാബ്രിക്കും തയ്ക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. തെന്നിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നമ്മൾ നെക്ക് മാത്രമേ ആദ്യം കട്ട് ചെയ്തിട്ടെടുക്കുന്നുള്ളൂ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ നെറ്റ് ഫാബ്രിക്കിലേക്ക് ചേർത്ത് വെച്ചിട്ട് തേച്ചെടുക്കണം. നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നെക്ക് പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. നിങ്ങൾ ഈ നെക്ക് മറിച്ചെടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് തേച്ചെടുക്കണം. രണ്ടും കൂട്ടി വെച്ചിട്ട് തേച്ചെടുക്കരുത്. ലൈനിങ്ങിലേക്ക് മാത്രം വെച്ചിട്ട് തേച്ചെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ നിങ്ങൾക്ക് നെക്ക് കിട്ടും. ഫ്രണ്ട് പോർഷനിൽ സ്റ്റിച്ചിങ് ഒന്നും വരാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അത്. നമ്മൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആം ഹോളൊക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നേ നെറ്റ് ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് തേച്ചെടുക്കുക. എന്നിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ തെന്നിപ്പോകുന്ന പരിപാടികളൊന്നും ഉണ്ടാവത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനവിടെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമ്മളൊരു 1 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാക്കിൽ സിബ് വയ്ക്കുന്നതുകൊണ്ട് ആണ് 1 ഇഞ്ച് അകലത്തിൽ ആദ്യം മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലും നമ്മൾ ഫ്രണ്ട് നെക്ക് പോർഷൻ മാത്രമാണ് ആദ്യം കട്ട് ചെയ്തെടുത്തത്. നെക്കും അതിൻ്റെ ആ എഡ്ജസിൽ കൂടിയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പോർഷനും നമ്മൾ മാർക്ക് ചെയ്ത 1 ഇഞ്ചിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. നമ്മൾ ലോക്കൊന്നും ചെയ്യാതെ ഏറ്റവും വിഡ്ത്തുള്ള സ്റ്റിച്ച് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതും നിങ്ങൾ ആം ഹോളും നമ്മൾ കട്ട് ചെയ്ത ഏരിയയും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത സ്ഥലത്തേക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിവിടെ നോർമൽ സിബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇൻവിസിബിൾ സിബ് വെച്ച പോലത്തെ ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സെൻറ്ററിൽ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചില്ലേ, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ദാ ഇതിൻ്റെ താഴത്താണ് സിബുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ള ലുക്ക് വരുമ്പോൾ ശരിക്കും ഒരു ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും യോക്ക് പോർഷൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ബാക്ക് സൈഡിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു സിബ് ഉണ്ടെന്ന് കാണുന്നും കൂടിയില്ല. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് 10 ഇഞ്ചസ് വിഡ്ത്തുള്ള ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 2 ഇഞ്ചസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഒരു ആം ഹോൾ വരച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്ലീവ് ഓപ്പണിംഗ് ആയിട്ടൊരു 4.5 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു എൻഡ് പോർഷനിൽ നമ്മൾ ആ ഒരു സീക്വൻസിൻ്റെ ഏരിയ പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കസ്റ്റമർ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രോക്കിൻ്റെ റിബണാണ്. അതിന് വേണ്ടിയിട്ട് 6 ഇഞ്ചസ് വിഡ്ത്തിൽ 22 ഇഞ്ചസ് ലെങ്ത്തുള്ള 2 ഫാബ്രിക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഞാനത് യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ യോക്ക് പോർഷൻ്റെ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ സ്കേർട്ട് പോർഷനിലേക്കുള്ള ലൈനിങ്ങും നെറ്റ് ഫാബ്രിക്കും ഫ്രിൽസ് ഇട്ട് എടുക്കണം. നമ്മുടെ വെയ്സ്റ്റ് മെഷർമെൻറ്റിനേക്കാളും 3 ഇരട്ടി ലൈനിങ് ഫാബ്രിക്കും 4 ഇരട്ടിയായിട്ട് നെറ്റ് ഫാബ്രിക്കുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് യോക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെ ഫ്രോക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കിട്ടാന്നുള്ളത് ഞാനിതിൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഇനി അത് യോക്കും സ്കേർട്ടും ജോയിൻ ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ ഫൈനൽ ലുക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നിങ്ങൾ ഇതേപോലെ ഫ്രോക്കൊക്കെ തയ്ച്ച് കൊടുക്കുമ്പോൾ അതിന് കൂടി മാച്ചിങ് ആയിട്ട് ഹെഡ് ബാൻഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് അഡീഷണൽ ചാർജ് ഒന്നും വാങ്ങരുത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓർഡേഴ്സ് ഇതിൽ തന്നെ കിട്ടും. കാരണം പെൺകുട്ടികൾ ഒരുക്കുമ്പോൾ ഈ ആക്സസറീസ് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.